ICC T20 റാങ്കിങ്ങിൽ ഇന്ത്യൻ ബാറ്റർ അഭിഷേക് ശർമ്മ ഒന്നാം സ്ഥാനം നിലനിർത്തി. 931 റേറ്റിംഗ് പോയിന്റുമായാണ് 25-കാരൻ ഒന്നാം സ്ഥാനം നിലനിർത്തിയത്. 2020-ൽ ഇംഗ്ലണ്ടിന്റെ ഡേവിഡ് മലൻ നേടിയ 919 പോയിന്റ് എന്ന റെക്കോർഡ് മറികടന്നു. സഞ്ജു സാംസൺ 8 സ്ഥാനം മെച്ചപ്പെട്ട് 31-ാം സ്ഥാനത്തെത്തി. വിഷ്ണുദത്ത് വിവരങ്ങൾ നൽകാനായി സ്പോർട്സ് ഡെസ്കിൽ നിന്ന് ചേരുന്നുണ്ട്. വിഷ്ണു, ഈ ഏഷ്യൻ കപ്പിലെ അഭിഷേകിന്റെ പ്രകടനം കൂടി ഒരു തുണയായിട്ടുണ്ടല്ലേ? അതെ അമൃത, തീർച്ചയായും ഏഷ്യ കപ്പിലെ അഭിഷേകിന്റെ പ്രകടനം തന്നെയാണ് ഈ ഒരു പോയിന്റ് നേട്ടത്തിലേക്ക് അഭിഷേക് ശർമ്മയെ എത്തിച്ചത്. നിലവിൽ അഭിഷേക് ശർമ്മ ഒന്നാം സ്ഥാനം തുടരുകയാണെങ്കിലും റെക്കോർഡ് നേട്ടമാണ്, അതായത് 931 എന്ന റെക്കോർഡ് റേറ്റിംഗ് പോയിന്റാണ് അഭിഷേക് ശർമ്മ സ്വന്തമാക്കിയിരിക്കുന്നത്. ഇതിനു മുൻപ് 2020-ലെ ഇംഗ്ലണ്ടിന്റെ ഡേവിഡ് മലന്റെ റെക്കോർഡായ 919-നെയാണ് ഇപ്പോൾ അഭിഷേക് ശർമ്മ മറികടന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഏഷ്യ കപ്പിൽ നേടിയിരുന്ന റൺ നേട്ടം, അതായത് കൃത്യമായി പറഞ്ഞാൽ ഏഷ്യ കപ്പിൽ മാൻ ഓഫ് ദി ടൂർണമെന്റ് ആയിരുന്നു അഭിഷേക് ശർമ്മ. അദ്ദേഹത്തിന്റെ 314 റൺസായിരുന്നു അദ്ദേഹം നേടിയിരുന്നത്. ആ ഒരു നേട്ടം തന്നെ അദ്ദേഹത്തെ ഇതിലേക്ക് എത്തിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ രണ്ടാം സ്ഥാനക്കാരനായ ഫിൽ സാൾട്ടിനേക്കാൾ 82 പോയിന്റ് മുന്നിലാണ് അഭിഷേക് ശർമ്മ നിൽക്കുന്നത്. മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ ഇതിനു മുൻപ് 900 പോയിന്റ് നേടി മറികടന്ന ഇന്ത്യൻ താരങ്ങൾ സൂര്യകുമാർ യാദവും വിരാട് കോഹ്ലിയുമായിരുന്നു. അത്തരത്തിൽ വലിയൊരു നേട്ടത്തിലൂടെയാണ് അഭിഷേക് ശർമ്മ ഈ ഒരു ഇതിലേക്ക് എത്തിയിരിക്കുന്നത്. മറ്റൊരു കാര്യം പറയാനുള്ളത് സഞ്ജു സാംസന്റെ കാര്യം. 8 സ്ഥാനമാണ് സഞ്ജു സാംസൺ മെച്ചപ്പെടുത്തിയിരിക്കുന്നത്. നിലവിൽ 8 സ്ഥാനം മെച്ചപ്പെടുത്തി 31-ാമതാണ് എത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഓൾറൗണ്ടർമാരുടെ പട്ടികയിൽ, ICCയുടെ ഓൾറൗണ്ടർമാരുടെ പട്ടികയിൽ പാകിസ്ഥാന്റെ സയീം അയ്യൂബ് ഹർദിക് പാണ്ഡ്യയെ മറികടന്ന് 1-ാമതെത്തിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമുക്ക് മറ്റൊരു സന്തോഷം, ബൗളർമാരുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്പിന്നറായിട്ടുള്ള വരുൺ ചക്രവർത്തി 1-ാം സ്ഥാനത്ത് തുടരുകയാണ്. ഏതായാലും ഇത്തരത്തിലുള്ള റെക്കോർഡ് നേടിക്കൊണ്ട് ഇന്ത്യയുടെ താരം ഏഷ്യ കപ്പിൽ അദ്ദേഹം കാണിച്ച വീറും വാശിയും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മികച്ച പ്രകടനത്തിന്റെ ഭാഗമായി 1-ാം സ്ഥാനത്ത് ഇത്രയും വലിയൊരു പോയിന്റോടെ എത്തിയിരിക്കുക എന്നത് ഏഷ്യ കപ്പ് വിജയിച്ചു എന്നതിന് കൂടെ തന്നെ നമുക്ക് മറ്റൊരു സന്തോഷം കൂടിയാണ് അമൃത. ശരി, വിഷ്ണുദത്താണ് വിവരങ്ങൾ നൽകിയത്.